ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗ്ലാം ശില്പ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചിരക്ക് വിഴുക്കുവരട്ടി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് ചിരക്കാന്നുള്ളതാണ്. അപ്പം അതിന് ഞാൻ ഫോട്ടോ ഇട്ടുതരാം ചിരക്ക എന്താണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ നല്ലപോലെ കഴുകി എടുത്തുകൊണ്ട് തൊലികൾ കളഞ്ഞിട്ട് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുക. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ മൂന്ന് പച്ചമുളക് ഇടുക. നമ്മൾ വേറെ എരിവെന്നുള്ള സാധനങ്ങളൊന്നും ഇടുന്നില്ല, അപ്പൊ പച്ചമുളക് തന്നെയാണ് ഇടുന്നത്. പിന്നെ ഒരു വലിയ സവാള അതും ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഫസ്റ്റ് പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ നമ്മൾ അരിഞ്ഞു വെച്ച ചൊരക്ക, സവാള, പച്ചമുളക്, ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ചുരക്ക വെക്കുന്ന വലിയ പാടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റും. നമ്മള് ട്രിവാൻഡ്രം സൈഡിൽ പറയുന്നത് കഴുത്തങ്ക എന്നാണ്. ഇവിടെ എറണാകുളം ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെ ചുരക്കാന്ന് മനസ്സിലാക്കിയത്. ഇതിന്റെ പേര് വേറെ ഒന്നാണെന്ന്. അപ്പൊ ഓരോ നാട്ടിലും ഓരോ പേരാണ്. അപ്പോൾ ഈ കഴുത്തങ്കായ നല്ല വെള്ളത്തിന്റെ അംശം ഉള്ളത് കൊണ്ട് അതിന് വെള്ളം നമ്മൾ ചേർക്കില്ല. ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കും, അടച്ചു വെച്ച് വേവിച്ചെടുക്കും. കഴുത്തങ്കായ നല്ലപോലെ ആവി കയറി, അതായത് ചുരക്ക നല്ലപോലെ ആവി കയറി അതിന്റെ വെള്ളത്തിൽ തന്നെ വെന്ത് വന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെന്ത് വന്നതാണ്. അപ്പൊ നല്ലപോലെ ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചിരകിയ തേങ്ങ അതിലേക്ക് ചേർക്കുകയാണ്. അതായത് നല്ല വെളുത്ത തേങ്ങനും കുറച്ചുകൂടെ നല്ല കളർ ഉണ്ടാവും. ഇത് നമ്മൾ വേറെ അരപ്പൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ 2-3 സ്പൂണ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത് തേങ്ങ പാലിലാണ് വെന്ത് വരാം. അടുത്തന്നേരം മെഴുക്കുവരട്ടി എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ അതിന് നല്ല വെള്ള തേങ്ങ എടുത്തതിന് കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ കരിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ തേങ്ങയിലും കൂടെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ആവി കയറ്റിയാണ് എടുക്കുന്നത്. വേവിച്ചെടുക്കുന്നത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങയിലൊക്കെ നല്ലപോലെ ആവി കയറി വരണം, അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത്. നമ്മുടെ കഴുത്തങ്ങ മെഴുക്കുവരട്ടി നല്ലപോലെ വെള്ളമൊക്കെ വറ്റി ആ തേങ്ങയുടെ ആ പാലിലൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പൊ എല്ലാം കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സമയത്ത് നല്ലൊരു മണം വരും. നമ്മുടെ ഈ തേങ്ങയും കഴുത്തങ്കായും പച്ചമുളകും സവാളയും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം വരും. അപ്പൊ ഇത് നമ്മൾ എന്താ പറയുക, വേറെ ഒന്നും ഇതിൽ അരപ്പൊന്നും പ്രത്യേകം ഒന്നും ചേർത്തില്ല. ഇതൊക്കെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പ് മാത്രമേ കുറവ് വരുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ഇതിൽ ചേർക്കണ്ട, ഇത്രയും മതിയാവും നമുക്ക് ചോറുണ്ണാനായിട്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.